ഹലോ. ഇന്ന് നമുക്കൊരു സുവർണേൻ്റെ അടുത്ത് നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അതും പഴുത്ത ചക്ക. അപ്പം ഇന്നലെ കൊണ്ടുവന്നതാണ്. ഇന്നലെ കൊണ്ടുവന്നു, പിന്നെ അതാണല്ലോ ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നിപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഇത് കുറേ ചിന്തിച്ച് ഇതിനെക്കൊണ്ട് എന്തുണ്ട്. ആദ്യം വിചാരിച്ച് ചക്ക അടയ ഉണ്ടാക്കാമെന്ന്, പിന്നെ വിചാരിച്ച് വെറുങ്ങനെ ചക്ക മുറിച്ച് തിന്നാന്ന്, പിന്നെ വിചാരിച്ച് ചക്കപ്പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അല്ല, ചക്കപ്പൊരി ഉണ്ടാക്കാം. ചക്കപ്പഴംപൊരി അല്ല, പഴം പൊരിക്കുന്ന പോലെ ചക്കപ്പൊരി ഉണ്ടാക്കാമെന്ന്. ചക്കയപ്പം എന്നാ വിചാരിച്ചു. അപ്പൊ ഇത് എനക്കൊന്ന് ചക്കയപ്പം ആക്കി കഴിഞ്ഞാൽ അത്രക്ക് ചക്കച്ചോളി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത്രേ ഉള്ളൂ. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഭരിക്ക ചക്കയാണ്. അതെ, അതിന് സുവർണ തലവ് പോയപ്പോ കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ഇതേപോലത്തെ രണ്ടെണ്ണത്തെ കൊണ്ടുവന്നേ. താഴെ വീട്ടിലും കൊടുക്കണം, പിന്നെ അടുത്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ രണ്ടെണ്ണ ഒക്കെ കൊണ്ടുവരാൻ പറ്റില്ലോ. തലവിൽ ഒരുപാട് നല്ല ചക്കയാണ്. രണ്ടു മൂന്നെണ്ണം നമ്മള് കിട്ടിയ കഴിച്ചു. ഇനിയിപ്പോ ഇനി ഇങ്ങോട്ട് എത്ര പീസ് ഉണ്ടാവും അറിയില്ല. അതുകൊണ്ട് അപ്പാക്കാനില്ല. അമ്മ ഇല വരെ മുറിച്ചോണ്ടതിന് മറ്റേ കുറുക്കൂട്ടിയല്ല. പിന്നെ 2 ദിവസമായി മണം. ഇന്നലെ കൊണ്ടച്ചേരം തൊട്ടിട്ട് നല്ല മണം തന്നെ. ഇന്ന് നമുക്ക് ചക്ക മുറിച്ച് ചക്ക പൊരി ഉണ്ടാക്കാം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയ ചക്കപ്പൊരി ചക്കപ്പൊരി മുറി തുടങ്ങി. മുറിച്ചോ മുറിക്കട്ടെ. എന്നാല് മുറിക്കുന്നതിന് മുമ്പേ ഇവിടെ നോക്കറ മണ അടിച്ചിട്ട് രണ്ടാൾ വന്നിട്ടുണ്ട്. ഈലിന് കൊറേ പീസ് ഏതോ കള്ളം വന്ന് തിന്നിനല്ല ഇടിയല്ലോ. അത് ആരാണ്? അതെയാ, അതെ. നീല് കൊണ്ടുവന്ന പീസ് കാണുന്നില്ല ഇപ്പൊ. മേത് ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറയുന്നതാ ചേച്ചി. ദൈവത്താണ് സത്യം. ഇതിനുള്ളിൽ ചൊളി ഉണ്ടോ ചെറിയ ചെറിയ ഇത് മതിയല്ലേ പ്രിയ? പൊരിക്കാൻ ഇത് മതി. അപ്പത്തിന് ഇത് നമുക്ക് മതിയാവില്ല. അപ്പത്തിന് മതിയല്ലാവും, പക്ഷെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇത് നമ്മള് കുഞ്ഞു കുഞ്ഞു പീസാക്കി അതിന് നമ്മൾ പഴംപൊരി ഒരിക്കുന്ന അതേ ബാറ്റർ. ഇതാ ഒരാള് പറഞ്ഞു മുറിക്കുമ്പോ തരും, മുറിക്കുമ്പോ അത് ഏതായാലും കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ ഇത് മുറിച്ച് കയ്യുന്ന വരാം. അപ്പുറത്തൊരാൾ നോട്ടം നോക്കി. ഇനിയിപ്പൊ അയാൾക്ക് കൊടുത്തിട്ടാന്നില്ല പരാതി. ഇനി ചോദിക്കറേ, രണ്ട് പൂച്ചകൾ മാറിയെന്നോ? അതെ, കിട്ടിയില്ലേ? ഒരു ഓര കിട്ടിയില്ലേ? മണാണ് അല്ലേ? മണ അടിക്കുമ്പോ തന്നെ വായിന്ന്. ഇനി അപ്പൊ തലവില് കൊറേ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു ദിവസം നമുക്ക് തലവില് ചക്ക പറിക്കാൻ പോകുന്ന വീഡിയോ എടുത്തിട്ട് ചക്കയും പറിച്ചിട്ട് വരാം. നമുക്ക് എടുത്തിട്ട് പറിച്ചിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുവരാം. കാരണം ഇങ്ങനത്തെ ചക്ക പണ്ടെല്ലാം നമ്മൾ ഈ ഒരു വളപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കിട്ടാനില്ല വരിക്കച്ചക്ക. നമ്മുടെ അടുത്ത് ചക്കയുണ്ട്, പക്ഷെ എല്ലാം പഴഞ്ചക്ക. അത്ര ടേസ്റ്റ് പോരാ അല്ലേ? പഴഞ്ചക്ക ആയിരിക്കും വേണ്ടപ്പോ. അതുകൊണ്ടൊക്കെ ഇനി എടുക്കല്ല മേതു. ഇനി നമുക്കിത് ഉണ്ടാക്കണ്ടേ? അപ്പൊ ഈ രണ്ടാളെയും ഞാൻ ഇപ്പൊ ഓടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ നമ്മളിവിടെ ഒറ്റ ഒന്നും ഉണ്ടാവില്ല, പഴംപൊരി ഒന്നും ഉണ്ടാവില്ല, ചക്കപ്പൊരി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചക്കേന്റെ ചമണി എടുത്ത് പൊരിക്കേണ്ടി വരും. കുരുവും ചമണിയും എടുത്ത്. കൊറോണ കാലത്ത് ഇത് വരുന്നുണ്ട്. ചമണി പോയിട്ട് അതിന്റെ എന്താണ് ചക്ക വരെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം നമുക്ക് ആകെ കിട്ടിയ ചക്ക ഒരു പ്ലേറ്റ്. അതെ, 10-20 പീസ് അത്ര മതി. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നല്ല, അത്രേ കഴിക്കണ്ടു. അധികമായ മോശമാണ്. അപ്പൊ അത്രേ കിട്ടിയിട്ടാ. അപ്പൊ അത് നമ്മള് എന്തെല്ലാം പ്രിയ മൈദ പഞ്ചസാരയിൽ ഇത് തുറന്ന് വെക്കുമ്പോഴത്തേക്ക് ഉറുമ്പ് വന്നു. മറ്റേ ഇന്ന് ഇക്കിളി ഉറുമ്പ് നമ്മൾ പറയാം. മഞ്ഞപ്പൊടി എടുക്കണം, ഉപ്പ് അതെല്ലാം ഇട്ടിട്ട് നമ്മള് സാധാരണ പഴംപൊരിക്കാക്കുന്ന അതേ ബാറ്റർ അതേ ബാറ്റർ അല്ലേ? പഴംപൊരിയിൽ അതേ ബാറ്റർ എന്നിട്ട് ചക്ക പൊരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ബാറ്റർ ആക്കിയിട്ട് നമുക്ക് കാണാം അല്ലേ? അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ റെഡിയായി. ഇനിയിപ്പോ ഇത് നമുക്ക് ഫ്രൈ ചെയ്യും. ഇപ്പൊ സമയം രാത്രി ആയിട്ടല്ലേ? രാത്രിക്കാണ് നമ്മളെ പരിപാടി വെച്ചു. നമ്മള് ലൈറ്റ് എല്ലാം ഇട്ടിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അതെ, എല്ലാം ഇട്ടിനി. ഇത് മാത്രമായിട്ട് മതിയാ? പായസം കുടിക്കുന്ന പോലെ തരാന്നാല്. ഇത് മറ്റേ മീൻ കണ്ടെടുത്ത പൂച്ച എന്താ പറയില്ലേ, പൂച്ച ഇങ്ങനെ നിക്കുന്ന പറയുന്നത്. ഈ ചക്കേന്റെ അടുത്ത് നിക്കേന്ന് ഈറ്റിങ്ങ രണ്ടെണ്ണം. എപ്പൊ കിട്ടും വെച്ചിട്ട്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് വേഗം ഇതങ്ങ് ഫ്രൈ ചെയ്തങ്ങ് കഴിക്കാം. മണി അമ്മ രാത്രിയിൽ കഴിക്കേണ്ട പരിപാടി എന്തോ നോക്കുന്നുണ്ട് കേട്ടാ. ഇത് നമ്മള് സ്നാക്സ്. ഇത് നമ്മള് വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. സമയം കൂടെ പറയണം. വൈകുന്നേരത്തെ ചായ 9 മണിക്ക് കുടിക്കാൻ വേണ്ടി പോയി. പിന്നെ വെക്കേഷൻ ആയിട്ട് ഇപ്പൊ എല്ലാ ദിവസം ഇങ്ങനെ തന്നെ. ഇവർക്ക് പ്രശ്നമില്ല, ഇവരെന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
വെളിച്ചെണ്ണക്ക് വില കൂടിയത് കാരണം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കല്, അല്ലാണ്ട് മുതലാവൂല. അതെ, സൺഫ്ലവർ. ഉറുമ്പ് നോക്കി ഏടെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ആളെത്തിട്ടാ. പിന്നെ സൺഫ്ലവർ ഓയിലിന് 1 ലിറ്ററിന് 94 രൂപയേ ഉള്ളൂ. മറ്റേ വെളിച്ചെണ്ണക്ക് എത്രയാണ്? വെളിച്ചെണ്ണക്ക് നല്ല പൈസ ഉണ്ട് അല്ലേ? വെളിച്ചെണ്ണ മുതലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറി. അല്ല, ഫ്രൈ ഒട്ടുമിക്ക ഓയിൽ എടുക്കലുണ്ട്. അല്ല, അപ്പൊ നമ്മ ഈക്കത്തെ സംഭവങ്ങളെല്ലാം അധികം പണ്ടേ ഇല്ല. ഇപ്പൊ അമ്മക്കൊന്നും ഇതിലാവൂല. ഇതിന്റെ ഈ എണ്ണേന്റെ ചോയ പിടിച്ച ചിലവർക്ക് ഇത് പിടിക്കൂല, പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഇന്ന് എന്ത് ചോയും ഓക്കെയാണ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് നല്ല പൊന്തി വന്നിട്ടുണ്ടല്ലോ. കഴിച്ചു നോക്കുമ്പോ ബാക്കി അറിയാം. പക്ഷെ ഉണ്ടാവും നല്ല പതുണ്ട് തോന്നുന്നു കാണുമ്പോ. കൊടുത്തു, രണ്ടാള് കൊടുത്തു. ഇത്രയും നേരം ഇവിടെ ഉണ്ടായവര് രണ്ടാള് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അതൊന്ന് മൊബൈൽ എടുത്തിട്ടായിരിക്കും. മൊബൈല് എവിടെങ്കിലും കാരണം ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. ഓരോ ഒച്ചപ്പാടും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഉറപ്പിച്ചോളുക. മൊബൈൽ എടുത്ത് അതിന്റെ ഉള്ളിൽ ഫോൺ എടുത്ത് ഒച്ചയൊന്നും കേൾക്കുമല്ലോ. ഇതാകുമ്പോ ഒരു പ്രശ്നമില്ല കേട്ടോ. രണ്ടാളും ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്ര അതെ ഏട്ടനും അനിയത്തി പിന്നെ വേറെ ഇല്ല. എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഇവരെ രാവിലെ നമ്മൾ കുറച്ച് ക്ലാസ്സിനെല്ലാം കൊണ്ട് വിടുന്നോണ്ട് സമാധാനല്ലേ. വെക്കേഷൻ ക്ലാസ് പോകുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അങ്ങനെങ്കിലും ഇതാവും. രാവിലത്തെ കാര്യം കുറച്ചൊരു ആശ്വാസകരാണ്. അപ്പം ഞാനൊരു ക്വിക്ക് സർവേ എടുക്കാൻ വേണ്ടി പോവുകയാണ്. വാതിൽ രണ്ടാളും അടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതാ നിന്റെ മൊബൈൽ കാണിച്ചേ. ഇതാ അവൻ്റെ കൈമിലൊരു മൊബൈല്, ഇതാ ഇവളെ കൈമിലൊരു മൊബൈല്. രണ്ടുപേരും മൊബൈൽ. അതാണ് ഒരു ഒച്ചപ്പാടും കേൾക്കാത്തല്ലേ. നമ്മളെ ഡിസ്റ്റർബ് ആക്കണ്ടെന്ന് വെച്ചാൽ നല്ല കാര്യം തന്നെ. പക്ഷെ മൊബൈൽ എടുത്ത് കാണണ്ട നിങ്ങളധികം. സൈഡിലേക്ക് വെച്ചോ വേമ്പാ. അങ്ങനെ നമ്മുടെ ചക്കപ്പൊരിയും ചായയും 10 മണിക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മമ്മി വന്നോളൂ. ചക്കപ്പൊരിയും ചായയും റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചായ കുടിച്ചിട്ടല്ലേ അമ്മേ? എന്തേ അമ്മ വോട്ടെല്ലാം ചെയ്തു? ഇന്ന് എല്ലാരും വോട്ടിന് പോയി. ആ വെയിലത്ത് നിന്നിട്ട് ഉച്ചക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. വെള്ളം കുടിക്കലല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ നമ്മ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിന്. പക്ഷേ ഒരു 2 മണി ആയി പോയി അല്ല, ഇന്ന് കുറച്ച് വൈകി. എന്നാലും നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഏതായാലും നമ്മുടെ 2 പ്ലേറ്റ് ഇത്തിരി കൊണ്ട് 2 പ്ലേറ്റ് ചക്കപ്പൊരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 പ്ലേറ്റ് ചക്കപ്പൊരിയും ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി ഏതായാലും നമ്മൾ കുട്ടികളെ വിളിക്കാം. എന്നിട്ട് നമ്മുടെ ഇത് കഴിഞ്ഞപാട് ഭക്ഷണത്തിന്റെ പരിപാടി നോക്കണം അല്ലേ. അപ്പൊ ഏതായാലും ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇനി കയ്യിൽ നിന്ന് കിട്ടി എടുക്കണം. അയ്യോ ചായ തട്ടല്ല, നല്ല രസമുണ്ട് കേട്ടോ, മോശമില്ല. മണിക്കൂട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. ഏതോട്ടി കൊണൂല്ലേ? എന്നിട്ട് 3-4 അത് കുറച്ച് മധുരം കുറച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ രണ്ടാമത് ഇടാൻ നിന്നിട്ട് ആ ഒരു ബാറ്ററിന് മേശം മതി. പിന്നെ ചക്കര മധുരം എല്ലാം കൂടി ആകുമ്പോൾ രാത്രിയല്ലേ നല്ല മധുരം വേണ്ട വെച്ചിട്ട് നമുക്കൊന്നും ഇത്ര വേണ്ട, ഇവർക്ക് കൂടുതൽ മധുരം വേണ്ടി വരും ആയിരിക്കും. അപ്പൊ ഏതായാലും നമ്മള് ഇന്നത്തെ ഒരു ചക്ക ബ്ലോഗ് അങ്ങനല്ല എന്നാ പറയുക, ചക്കപ്പൊരി. ഇവിടെ നേരത്തെ ചക്ക മാത്രം അമ്മ കഴിച്ചിട്ടേ ഇപ്പൊ ഇന്ന് ചക്ക എനിക്ക് വന്നിട്ട് ആ ബാറ്റർ മാത്രം അയക്കുന്നു. ബാറ്റർ മാത്രം ഇവക്ക് ചക്കേനെ കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളെ ചക്ക ബ്ലോഗ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഏതായാലും ചായലും കുടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കട്ടെ. പുതിയ വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.